ബ്രോ ആയിരുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ നല്ല കട്ടിപ്പണിയായിരുന്നു. ഞാൻ പോയി മോൻ കഴിയിട്ട് വരാം. ബ്രോ വീക്കെൻഡ് എന്താ പരിപാടി? ഒന്നും ഡിസൈഡ് ആയിട്ടില്ല ബ്രോ. എന്തിനാ നമ്മൾ ഈ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ചിൽ മാൻ, ചിൽ, കൂൾ. ഞാൻ എന്തോ മറന്നോ? ഇനി എങ്ങാനും ഈ വീക്കെൻഡ് ഡാർക്ക് ആവോ? ഇല്ലായിരിക്കും. ആവോ? ആവോ? അളിയ നമ്മുടെ ഗോവൻ ട്രിപ്പിന്റെ കാര്യമായി ഞാൻ എത്ര ഇടണം ഫണ്ട്? അതൊന്നും കുഴപ്പമില്ല, നമ്മൾ എത്ര വേണമെങ്കിലും ഇടാം, സാധനം കിട്ടിയാൽ മതി. ആ ആ
ആഹാ, നല്ല വൈബാണല്ലോ. ഇനി കഴിക്കണ്ട ബ്രോ, നാട്ടിൽ പോവാൻ. എന്നാ ഞാൻ ബ്രോയെ നിർബന്ധിക്കുന്നില്ല. അല്ല, രാവിലെ ഷിഫ്റ്റ് ഇല്ല എനിക്ക്? ഇല്ല ഇല്ല ഇല്ല. ആ കോവയ്ക്കല്ലിയാടാ. അതെങ്ങനെ മനസ്സിലായി? എനിക്ക് ഹെഡ് ഓഫീസ് വരുന്നപ്പോൾ അത് ഗോവയില. അവിടെയാകുമ്പോൾ ചിൽ മൂഡിലങ്ങ് പോകാമല്ലോ. ഞാൻ ഗോവയ്ക്ക് പോകുന്ന കാര്യം ബ്രോയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഒരു സംഭവം തന്നെ ബ്രോ. നീ ഒരുപാട് അങ്ങ് ഉണ്ടാക്കല്ലേ. എടാ നിന്നെ പോലുള്ളവന്മാരുണ്ടല്ലോ, കൂടിപ്പോയാ ദോ ഗോവ, അല്ലെങ്കിൽ ദോ മണാലി, മനസ്സിലായോ? മുടയാണോ എന്നാ? മുടയാണോ? എടാ പോടാ കോപ്പി, ഒന്ന് പോടാ. ബ്രോ ഇങ്ങനെ ചൂടാവാതെ. എൻ്റെ ഹൃദയം ഒരു ലോല ഹൃദയമാണ്. പോയിട്ട് കുറച്ച് പണിയുണ്ട്. അല്ല, എൻ്റെ ബോഡി സ്പ്രേ ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ എടുത്തിട്ട് അവിടെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. എടാ ഞാൻ അച്ഛനാകുമ്പോൾ. ഞാനതങ്ങ് വിട്ടുപോയല്ലോ. നീ അച്ഛനാകാൻ പോവല്ലേ? കൺഗ്രാറ്റ്സ്, അടുത്ത വീക്ക് കാണാം. ഹലോ ഹലോ എടാ, ഒരു മിനിറ്റ്, ഹലോ ഞാൻ ഒന്ന് പുറത്തോട്ട് ഹലോ. പറയടാ. മുല്ലപ്പെരിയാർ തുറക്കുന്നു വാർത്തയിലൊക്കെ കാണിക്കുന്നു. അതിനെന്താടാ? എനിക്കെന്തോ പന്തികേട് പോലെ തോന്നുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന കാരണം ഇടുക്കി ഡാമും തുറക്കും. ഇത് വല്ലാത്ത അടിയായി പോയി. നീ വാട്സപ്പ് എടുത്തൊന്ന് നോക്കൂ, ഞാൻ ന്യൂസിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത് നോക്ക്. ഹലോ, ഞാനാണെങ്കിൽ നാളത്തെ ഷിഫ്റ്റും കൂടെ എടുത്തിരിക്കുക അവളുടെ അടുത്ത് പോയാൻ. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ? അത് ഞാനിപ്പോഴാ കാണുന്നത്. എനിക്കത് പേടിയായിട്ട് വരും. ഞാൻ എന്നാ ന്യൂസൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ, അവളുടെ ഡേറ്റ് ഒക്കെ എടുത്ത് വരുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടായാൽ പറ്റും. നീ സമാധാനമായിട്ടിരിക്കൂ. നീ അങ്ങോട്ട് എന്താണെന്ന് ഒരു പിടിയിട്ട്. എന്തേലും വഴി ഉണ്ടാവടോ, സമാധാനമായിട്ടിരിക്കും. ശരി, എന്തേലും ന്യൂസ് കിട്ടുവാണെ പറ. ശരി.
അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കാൻ. ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴയ്ക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലടക്കം ഈ ജില്ലകളിൽ അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ സാർ. നമുക്ക് രാത്രി ഒന്ന് ഗൂഗിൾ മീറ്റിലൊന്നും ഇരിക്കാം. ഞാൻ രാത്രി വാട്സാപ്പിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം, എല്ലാവരും കയറണം. ആ ശരി സാർ. ശക്തമായ മഴ പെയ്യുമെന്നതിനാൽ യെല്ലോ ഈ അലർട്ട് കൊറോണ ലോകം വിട്ടുപോയെങ്കിൽ മനുഷ്യന് സ്വസ്ഥമായി രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ് കൊറോണയുടെ ഓരോരോ ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ സ്വാധീനത്താലാണ് മഴ ലഭിക്കുന്നത്. വടക്കൻ ഓരോരോ കോപ്പ് ഗൂഗിൾ മീറ്റ്. പ്രദേശത്ത് കൊച്ചി നഗരത്തിൽ ചെറിയ തോതിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ അല്പം മുമ്പ് വരെ കനത്ത മഴ തന്നെയായിരുന്നു കൊച്ചി നഗരത്തിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം. ഹലോ ഹലോ, എന്തു പറ്റി? തന്റെ സ്വരത്തിന് ഇടർച്ച. എനിക്ക് നല്ല പെയിൻ ആവുന്നുണ്ട്. ഇച്ചായ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാ. ഇടയ്ക്ക് മരമൊക്കെ വീണ് വഴിയൊക്കെ ബ്ലോക്ക് ആവുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ പേടിക്കണ്ട, ഞാൻ എങ്ങനെയും എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. വലിയ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ നേരത്തെ വരാൻ നോക്കണം. ശരി. എന്ന് വെച്ചിട്ട് ഈ ഓടിപ്പടച്ചൊന്നും വരാൻ നിക്കണ്ട കേട്ടോ. ഇവിടെ അമ്മാവനും ഏട്ടത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ശരി, മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം. ബസ്സിൽ വന്നാ മതി. ശരി. ക്യാമറ ഒന്ന് ഓണാക്കുമോ? ഹലോ ഗൈസ്, എന്നെ കേൾക്കാവോ? ആം ഐ ഓഡിബിൾ? വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. തുടർന്നുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിയാണ്. ഹലോ. ഹലോ ഇച്ചായ. ആ, ഞാൻ ഇറങ്ങുവോ? ആവശ്യമില്ല. ഇവിടെ നമ്മൾ ബന്ധുക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. നമ്മൾ നോക്കിക്കോളാം കേട്ടോ. ഇവരുടെ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആ, നമ്മള് ഒരുപാട് പേരില്ലേ. നീ അവിടെ നിന്ന് വന്നിട്ട് എന്ത് കാണിക്കാനേ? ഒന്നുമില്ല, നീ ഇവിടെ പ്രകൃതിയിരിക്കും.